2013 നാഷണൽ ഫുഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഒരു ഫുഡ് കമ്മീഷനെ നിയമിക്കണം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ആ ഭക്ഷ്യസുരക്ഷ മൗലികാവകാശമായി. അതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഒരു ഫുഡ് സേഫ്റ്റി കമ്മീഷനെ നിയമിക്കണം. ആ കമ്മീഷന് ഒരു ചെയർമാൻ ഉണ്ടാവണം. ചെയർമാന്റെ യോഗ്യത സിവിൽ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥരോ ഫുഡ് സേഫ്റ്റി മേഖലയിൽ ദീർഘകാലത്തെ പരിചയവും അനുഭവ സമ്പത്തുമുള്ള അക്കാഡമിക് രംഗത്ത് മികവ് പുലർത്തിയ ഒരാളാകണം. ഇതാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സർക്കാർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അക്കാദമിക രംഗത്ത് മികവ് പുലർത്തിയ ഒരു CPI കാരനെ ആ തസ്തികയിലേക്ക് നിയമിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നു. ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ എന്ന ചെങ്ങന്നൂരുകാരനാണ് ഈ അനധികൃത നിയമനത്തിന് അർഹനായിരിക്കുന്നയാൾ. ആദ്യമേ പറയട്ടെ, ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ യഥാർത്ഥ അക്കാഡമീഷ്യൻ തന്നെയാണ്. പ്രഗത്ഭനാണ്, മിടുക്കനാണ്. അദ്ദേഹം പല രാജ്യങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസർ ആയിട്ടുണ്ട്, പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തികച്ചും യോഗ്യനായ ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ തസ്തികയിൽ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് മാത്രമല്ല, ഈ തസ്തികയിൽ അദ്ദേഹത്തെ നിയമിക്കുന്നത് ഞെട്ടിക്കുന്ന നിയമലംഘനം കൂടിയാണ്.